ഹായ് ഹലോ ഞാനും ദീപ കൂടി ഇന്ന് വൈത്തിരി റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ അവിടേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മീൽസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ റിസോർട്ടിലേക്ക് ചെറുതായിട്ട് ട്രക്കിംഗ് ഉണ്ട്. അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. ചെന്ന ഉടനെ നമുക്ക് അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോട്ടേജ് വരുന്നത്. കാണാൻ അടിപൊളിയായിരുന്നു. എൻ്റെ ആദ്യത്തെ റൂം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു ഫോറസ്റ്റ്, അതിൻ്റെ അകത്ത് നല്ലൊരു കുട്ടി റിസോർട്ട്. അതേപോലെ തന്നെ അവർ നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പ്ലാൻസ് ആണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നത്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ചെങ്കൽ ട്യൂൺസ്. സംഭവം ഞാൻ ഉദ്ദേശിച്ച അതേപോലെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ദീപും ഒറ്റയ്ക്കായിട്ട് എവിടേക്ക് പോയിട്ടില്ല. ഒന്നെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലീസ് ഉണ്ടാവും. അതായിരുന്നു നമുക്ക് ഇഷ്ടം. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ മാത്രമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഫോൺസും കാര്യങ്ങളൊക്കെ മാറ്റിക്കുക, അതായത് മെസ്സേജസ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ രാത്രി നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആവശ്യപ്രകാരം തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ചെറിയൊരു കുട്ടി ഡിന്നറും കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം അതോടെ തീർന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്യണം. ഒരു 11 മണിയാകുമ്പോൾ. അപ്പോൾ നമുക്ക് കിടു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പുറത്തൊരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. നമുക്ക് കുറച്ചു നേരം സംസാരിക്കാനും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല വൈബായിരുന്നു മൊത്തത്തിൽ. ഇത് കപ്പിൾസിന് എന്തായാലും പറ്റിയൊരു സ്പോട്ടാണ്. വേണ്ടവർക്കൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുതായിട്ട് തുറന്നിട്ടുള്ള ഹണി മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഹണീനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്കും കയറാം. പിന്നെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പോയത് ടിൻസിയ പാർക്കിലാണ് കേട്ടോ. അതും കുട്ടികൾക്ക് പറ്റിയതാണ്. ദീപികാക്ക് ഒരു പാക്കേജ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് കയറി, വല്ലാണ്ട് കയറിയില്ല. പിന്നെ നമ്മൾ ഇന്നലെ കഴിച്ച അതേ സ്ഥലത്ത് തന്നെ നമ്മൾ പോയിട്ട് അടുത്ത മീൽസും കഴിച്ചു. അങ്ങനെ വൈത്തിരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി തുഷാരഗിരി കണ്ടു. അങ്ങനെ അത് പഴയത് ഞാൻ കുറേ മുന്നേ പോയതാണ്. അപ്പം അതുപോലെയാണോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഒന്ന് കയറി നോക്കി. സംഭവം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പഴയതായിരുന്നു കേട്ടോ വൈബ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് നമ്മൾ മേടിച്ച് കഴിച്ചു. അപ്പം അത്രയല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.